അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സൂപ്പർ കപ്പിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നു. തോൽവി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയ സമ്പന്നമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതോർത്തിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കോ അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോ ഒരു എന്തുണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല. ഇമാതിരി കളിയുമായിട്ട് മോഹൻ ബഗാൻ സീനിയർ ടീമിനെ എതിരിടാൻ പോയാൽ മിനിമം ഒരു 5 എണ്ണമെങ്കിലും അടിച്ച് അണ്ണാക്കിൽ തരും. അജാതി കളിയാണ് ഇന്ന് കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിനേക്കാൾ എത്രയോ നല്ല പെർഫോമൻസ് ആണ് അവരുടെ റിസർവ് ടീമിലെ കളിക്കാരും ബി ടീമിലെ കളിക്കാരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് ISLൽ പന്ത് തട്ടാത്ത പ്ലേയേഴ്സ് വരെ അതിലുണ്ട്. അവർ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനൊക്കെ കുക്ക് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു. ഡേവിഡ് കറ്റാലയുടെ സൂപ്പർ കപ്പ് മോഹം, ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പ് മോഹം എല്ലാം ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും ISL സീസണിൽ നിന്ന് കണ്ടറിയേണ്ടിയാണ്. ബ്ലാസ്റ്റേഴ്സിന് അഭിമാനിക്കാൻ പറ്റിയില്ലെങ്കിലും കേരളത്തിന് ഒന്ന് അഭിമാനിക്കാം. കാരണം നമ്മുടെ 2 മലയാളി താരങ്ങൾ ആ മൈതാനത്ത് കാണിച്ചു കൂട്ടുന്നത് അസാധ്യമായിട്ടുള്ള പ്രകടനമാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ഇനി പേരെടുക്കാൻ പോകുന്ന ഏറ്റവും ടോപ്പ് ലിസ്റ്റ് ആയിട്ടുള്ള മലയാളി പ്ലേയേഴ്സിൽ 2 പേരായിരിക്കും ആഷിഖ് കുര്യൻ ആൻഡ് സഹൽ അബ്ദുസമദ്. എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ മത്സരത്തിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള 3 കാര്യങ്ങൾ, നമ്മൾ പരാജയപ്പെടാനുള്ള 3 റീസൺസ്, അതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് അടിയിൽ കമന്റ് ചെയ്യാൻ പറ്റും. ലൂണ ഇല്ലാതെയാണ് ഈ ഒരു ടീം പുറത്തേക്ക് വന്നത്. ലഗാട്ടോർ ഒരു DMF ആയിട്ട് കളിക്കുന്ന ശൈലിയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കളി തുടങ്ങിയ ഒരു 15 മിനിറ്റ് വരെ നല്ല വിങ് അറ്റാക്കുകളോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 3 റീസണിലെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇറക്കിയിട്ടുള്ള ലൈനപ്പാണ്. സോ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കറിയാം, ഒരു ഗോള് പെനാൾട്ടി ഷൂട്ട് ഔട്ട് ഹീസസ് ഹിമിനസ് നേടിയെങ്കിലും അദ്ദേഹം ഒരു ചെറിയ ഫോം ഔട്ടായിട്ട് തുടരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേസമയം ക്വാമി പെപ്രയുടെ പെർഫോമൻസ് ആരാധകരുടെ സംതൃപ്തിപ്പെടുത്തുന്നതാണോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ ആണ് എന്ന് പറയേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് 11ൽ പെപ്രയെ കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ചില അവസരങ്ങളിൽ പെപ്രയുടെ കാലിൽ നിന്ന് വരുന്ന ബുള്ളറ്റ് പോലത്തെ ഷോട്ടുകളുണ്ട്. ഇവിടെ ഹീസസ് ഹിമിനിയസിന് അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി വെക്കാനേ സാധിക്കുന്നില്ല. പെപ്ര വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോട്ട് എടുത്തുകൊണ്ട് ചില അറ്റാക്കിംഗ് സൈഡിലേക്കുള്ള ടാർഗറ്റുകളൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ടാവും. ഇതെൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. കാരണം അവരുടെ റിസർവ് ടീമിലെ താരങ്ങൾ പോലും, ഡിഫൻസ് താരങ്ങൾ, ആ ചെങ്ങൈൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തൊരു കളിയാണ്. അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈസസിനൊക്കെ പൂട്ടി നെരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ചാൻസുകൾ ഒരുപാടാണ് ഈസസ് ഹിമിനിയസിന്. ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. വളരെ വലിയൊരു ഫോം ഔട്ടാണ് താരത്തിൽ നിന്ന് ഈ ഒരു മത്സരത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരായിട്ടുള്ള നിങ്ങൾക്കും കാണാനായിട്ട് സാധിക്കുന്നത് അത് തന്നെയായിരിക്കും. ഈസസ് ഹിമിനിയസ് ഒരുപാട് ചാൻസുകൾ കളഞ്ഞു കുടിച്ചിരുന്ന ഒരു കളിയായിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള ചാൻസുകൾ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റീസണിലേക്ക് വരാം. അതൊരു ഡിപ്പെൻഡ് ഗെയിം എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഒരു 4 സീസണായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. 2020-21 സീസണിൽ നോഹ, അതുപോലെ ഡെയസ്, അതുപോലെ അൽവാറോ വാസ്കി, ഈ 3 താരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഡിപ്പെൻഡ് ഗെയിമിന് ഒരു അവസാനം ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറി പിന്നീട് ദിമിത്രിയോസ് വന്നപ്പോഴും നമ്മൾ ദിമിയിലേക്ക് മാത്രം, ലൂണ വന്നപ്പോൾ ലൂണയിലേക്ക് മാത്രം, അങ്ങനെയായിട്ട് തിരിഞ്ഞ 2 സീസണുകളും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു മത്സരത്തിലും കാണാനായിട്ട് സാധിച്ചത് അത് തന്നെയാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലെ പല അവസരങ്ങളും നോഹ സദോയി ഒറ്റയ്ക്ക് നെയ്തെടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടത്. നോഹ മാത്രം ഫെയർ ആയിട്ട് കളിക്കുന്ന ഒരു ദൃശ്യം. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, നോഹയിലേക്ക് മാത്രം പന്തെത്തിച്ച് കൊടുക്കുന്ന നമ്മുടെ മിഡ്ഫീൽഡേഴ്സിനെയാണ്. ഒരു നല്ല പ്രോപ്പറായിട്ടുള്ള മിഡ്ഫീൽഡ് ഇല്ലാതെ ഒരിക്കലും ഈ ഡിപ്പെൻഡ് ഗെയിം അവസാനിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ഡിപ്പെൻഡ് ഗെയിമിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മിഡ്ഫീൽഡേഴ്സിൽ നിന്നാണ്. അവർ തീരുമാനിക്കും ആർക്കാണ് പന്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോഹയിലേക്ക് മാത്രമാണ് പന്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചില അവസരങ്ങളിൽ ഹീസസ് ഹിമിനിയസിലേക്ക് പന്ത് കൊടുത്തുകൊണ്ട് ഈ കളിയിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് മാറ്റി ട്രൈ ചെയ്യാൻ ഓപ്ഷൻസ്. എന്നാലും നോഹയെ മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന കളി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അത് മാറാതെ ഒരിക്കലും നമ്മളെ ടീം ജയിക്കൂല എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു മിഡ്ഫീൽഡ് ലൂണ വന്നു കഴിഞ്ഞാലും ഒരു ഫോം ഔട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ലൂണ വന്നു കഴിഞ്ഞാൽ ഫോർവേഡിലേക്കുള്ള പന്തുകൾ കുറച്ചുകൂടെ ആക്കം കൂടുമെന്നാണ് എനിക്ക് തോന്നിയത്. ഡേവിഡ് കറ്റാല നടത്തിയിട്ടുള്ള അവസാന ചില സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് ഒരു പ്ലസ് പോയിൻ്റാണ്. ശ്രീകുട്ടൻ്റെ ഒക്കെ കടന്നു വരവ്, ഗോളും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും എനിക്ക് തോന്നുന്നു അടുത്ത ISL മെയിൻ ടീമിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരനായിട്ട് മാറാൻ കഴിയും ശ്രീകുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കളിക്കാരന്. ഇനി നമുക്ക് മൂന്നാമത്തെ റീസണിലേക്ക് വരാം. ഇവിടെ പാടിയത് ഡേവിഡ് കട്ടാലയുടെ ടാക്ടിക്സ് ആണ്. അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ഉപയോഗിച്ച ഒരു വലിയ പോയിന്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു ഈ നവോച്ച സിംഗിന്. അതായത് വിങ് ബാക്കായിട്ട് കളിക്കുന്ന താരത്തെ തന്നെ വിങ് ഫോർവേഡിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ. അതൊരു എന്താ പറയുക, ഒഴിഞ്ഞ സ്പേസിന് എതിർ താരങ്ങൾക്ക്, എതിർ ടീമിന് കൊടുക്കുന്നുണ്ട് ആ ഒരു ഒഴിഞ്ഞ സ്പേസ്. പക്ഷേ അവിടേക്ക് ഓടിയെത്താനായിട്ട് വിപിൻ മോഹനെ ഏൽപ്പിക്കുന്ന ഒരു ഡ്യൂട്ടി അദ്ദേഹത്തിനുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു മത്സരത്തിൽ അത് പാളി എന്ന് വേണം പറയാൻ. അത് ഈസ്റ്റ് ബംഗാൾ മുതലെടുത്തില്ല, എന്നാൽ മോഹൻ ബഗാൻ അത് മുതലെടുത്തു. അതിനായിട്ടുള്ള താരങ്ങളും, പ്രത്യേകിച്ച് മറ്റേ സലാഹുദ്ദീൻ എന്ന് പറയുന്ന താരം, വാട്ട് എ പ്ലെയർ. ആഷിഖ് ആൻഡ് സഹൽ, വാട്ട് എ പ്ലേയേഴ്സ്. എടുത്തു പറയണം. ആ വിങ്ങിലിങ്ങനെ പന്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള, കൺട്രോൾ ചെയ്തിട്ട് ഇടതും വലതുമായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്ന ഓരോ ശൈലികളുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്, കേരളക്കരക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുട്ബോളാണ് ഇരുവരും ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ പോയാൽ മോഹൻ ബഗാൻ സീനിയർ ടീമിനോട് എങ്ങനെ പരാജയപ്പെടുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോം. അതിലേക്കും ബൈ.